ഹലോ എവ്രി വൺ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്നൊരു ഡേ വിത്ത് മൈ ഗേൾ ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരുടെ വീട്ടിൽ പോവാണ് റെഡി ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വീഡിയോസൊക്കെ കാണുക, പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാകും. അപ്പം നമുക്കിന്ന് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ നോക്കാം. ഞാനൊരു ചിക്കൻ കാരി ടോപ്പാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടി ഈ ഒരു ഒലീവ് ഗ്രീൻ ലെഗിൻസും പിന്നെ കുറച്ച് സിൽവർ ബാംഗിൾസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റോൺ വെച്ച ഒരു ഇയറിംഗ് ആണ്. അതിനൊപ്പം ഒരു വാച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. നമ്മുടെ ഇന്നത്തെ യാത്ര ബസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ മുടി പിന്നെയാണ് ഇട്ടത്. ഓപ്പൺ ആക്കി ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം നമുക്കൊരു 1 hour യാത്രയുണ്ട്. അപ്പം നമുക്ക് കാണാം ഇന്നത്തെ ഡേ. ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഒരു 8:30-9 മണിക്കകത്ത് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് പോകുന്നത്. അവളുടെ വീട്ടിലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ഒരു സിറ്റിയിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ഉള്ളിലോട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ യാത്രക്കിടയിൽ ഞാൻ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിൻലി ഇത് പോകാൻ കാരണം എൻ്റെ ഫ്രണ്ട് ദേവീനന്ദനയുടെ വീട്ടിലോട്ടാണ് ഞാനീ പോകുന്നത്. അവളുടെ മാരേജാണ്. സോ ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പോഴേക്കും അവളവിടെ വരുമെന്ന് പറഞ്ഞു. ദാ വരുന്നു നമ്മുടെ ആൾ. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി. അവിടുന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് നടക്കുമ്പോഴേക്കും അവളുടെ വീടെത്തും. അങ്ങനെ എത്തിയപ്പോഴേക്കും ആൻറ്റി എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തന്നു. ആ കാണുന്നതാണ് ദേവിയുടെ അമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവി ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാനൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച മെഹന്തി ആയിരുന്നു. നല്ല ഓർഗാനിക് തന്നെയാണ്. നല്ല മണം ഉണ്ടായിരുന്നു, അത്യാവശ്യം കളറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു ബിഫോർ ആഫ്റ്റർ വീഡിയോയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ബിഫോർ ആഫ്റ്റർ എടുക്കില്ലേ റീലൊക്കെ ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് ഇടാൻ പറ്റി. പിന്നെ ഒരുപാട് സമയമെടുത്തു. ഒരു 9:30-10 മണിക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 3 മണിവരെയൊക്കെ നമ്മൾ എടുത്തു. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഫാസ്റ്റായിട്ട് അടിച്ച് വിടുന്നതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് തോന്നുന്നത്. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇടാൻ പറ്റി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, കളറ് വരുമെന്നുള്ളത്. അത് പിന്നെ പിറ്റേന്നായപ്പോൾ നല്ല കളറ് വന്നു. നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ആയിരുന്നു. അവളോട് ചോദിച്ചിട്ട് അവളുടെയും കൂടി ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ മെഹന്തി ഇട്ടത്. പിന്നെ ഒറ്റ സ്ട്രെച്ചിനൊന്നും ഇടാൻ പറ്റിയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ ഇടയ്ക്ക് അവളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് അവൾ അങ്ങനെ പോയി. അങ്ങനെ പതിയെയാണ് ഇട്ടത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അത് പിന്നെ ഒന്ന് നോക്കിയാൽ നല്ലതായിരുന്നു, കാരണം നമുക്ക് അത്ര സ്ട്രെയിൻ ചെയ്തിടേണ്ടിയൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു കൈ ഏകദേശം കംപ്ലീറ്റായി. ആ ഡിസൈന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ദേവിയുടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് അവളുടെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിരുന്നു. ഞങ്ങളൊരു മാരേജിന് ഒരു 2 days മുന്നെയാണ് മെഹന്തി ഇട്ടത്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ മെഹന്തി അങ്ങനത്തെ ഫങ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് 2 ദിവസം മുന്നേ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കൈ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തിടണം. പിന്നെ ഒരു ഐഡിയ വെച്ചിട്ട് എല്ലാം അങ്ങ് ഇട്ടു. അപ്പോഴേക്കും എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് കൈ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കൈ ഇട്ടപ്പോഴേക്കും ഒരു 1.5-2 മണിക്കൂർ എടുത്തു. അങ്ങനെ സെക്കൻഡ് കൈയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേപോലത്തെ സെയിം ഡിസൈൻസ് തന്നെയാണ് 2 കൈയിലും ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ ഏകദേശം ഒരു 5 കോൺ വരെ വേണ്ടി വന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കോളേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ദേവി എൻ്റെ BEd പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ടാണ്. ഞങ്ങളിപ്പോൾ BEd കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെഹന്തിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവിയുടെ കുറച്ച് ബന്ധുക്കളൊക്കെ കാണാൻ വന്നത്. അങ്ങനെ അവൾ പോയി. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ക്യാമറയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പേരക്കയും ചിപ്സും ഒക്കെ ആൻറ്റി കൊണ്ട് തന്നിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം ദേവി വീണ്ടും വന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഏകദേശം 2 കൈയും ഇട്ടത്. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കൈയും ഉള്ളിലത്തെ ഭാഗം ഇട്ടപ്പം പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇപ്പുറത്തെ കയ്യിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് വെളിയിൽ പോയി റീൽസൊക്കെ എടുക്കാം. പിന്നെ ആഫ്റ്റർ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു, ബിഫോർ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഇതാണ് ആഫ്റ്റർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏകദേശം നല്ലപോലെ വന്നിട്ടുണ്ട്. ദേവിക്കും ഇഷ്ടപ്പെട്ടു.
പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇതിൽ കുറച്ച് കളറ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും അതൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ടെറസിൽ നിന്ന് ഒരു റിവ്യൂ വീഡിയോ ഒക്കെ എടുത്തു. എന്തൊക്കെയാണ് എടുത്തതെന്ന് നമുക്കൊരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇറങ്ങി. ഇതൊക്കെയാണ് ഫോട്ടോസ്. ഹലോ, അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. മണി ഏകദേശം 4:30-4:45. ഒരു 3 മണി 3:30 ആയപ്പോൾ തന്നെ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആരെ വിശപ്പായിരുന്നു കൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. വേഗം തന്നെ ഞാൻ ഇറങ്ങി. എനിക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് അപ്പോൾ തന്നെ ബസ്സും കിട്ടി. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ എത്തി. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ മാരേജൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ഐ വിഷ് ഹർ എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ വിത്ത് മൈ ഗേൾ ഫ്രണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി വേറൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.